നമസ്കാരം, മിനിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടാണ്. ക്യാരറ്റിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ക്യാരറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നാരങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ്ട് ഈ ക്യാരറ്റ് ഞാൻ ആദ്യമേ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് മുഴുവനും വേണ്ട, വളരെ കുറച്ച് മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറഞ്ഞ അളവിലാണൊന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. വൈറ്റമിൻ എ, സി, B6 എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഒത്തിരി സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു. ഈ ക്യാരറ്റിൽ ധാരാളമുള്ള ബീറ്റ കരോട്ടീൻ വൈറ്റമിൻ എ ആയി ശരീരത്തിൽ റിയലൈസ് ചെയ്ത് ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ അങ്ങനെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നമുക്കറിയാലോ, ക്യാരറ്റ് ചർമ്മത്തിന് ഒത്തിരി നല്ലതാണ്. ഇതിലും വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ കൊളാജിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും ചർമ്മത്തെ സൂര്യൻ്റെ ദോഷകരമായിട്ടുള്ള രശ്മികൾ, അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷിക്കാനും ഒക്കെ നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്, ഇവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളിൽ നിന്നുള്ള നാശത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ക്യാരറ്റിന് കഴിവുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റ് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഞാനൊരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരമുറി നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടെങ്കിലും ഒരു വലിയ നാരങ്ങയുടെ നീരൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഒരു 24 മണിക്കൂർ നമുക്കിതൊന്ന് ഇങ്ങനെ അടച്ചു വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതെടുത്ത് ദിവസവും ഓരോ സ്പൂൺ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. അപ്പം എന്നും ക്യാരറ്റ് ഇപ്പം കറി വെച്ചൊക്കെ കഴിക്കാനൊക്കെ മടിയുള്ളവർക്ക് ഇതുപോലെ റെഡിയാക്കി ഒരു ഗ്ലാസ് ബോട്ടിലിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഡെയിലി നമ്മൾ ടോണിക്കൊക്കെ കുടിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ഓരോ സ്പൂൺ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിൽ നമുക്കിതൊന്നും ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്യാരറ്റൊക്കെ പച്ചക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നറിയാം, പക്ഷേ ഇതൊന്നും ചെയ്യാൻ പലപ്പോഴും പലർക്കും സാധിക്കത്തില്ല. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ക്യാരറ്റും നാരങ്ങാനീരും ഒക്കെ എത്തുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം ഞാനൊരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു മുട്ടയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാം എങ്ങനെ ഇടുന്നത്? നമ്മൾ കടകളിൽ നിന്ന് മുട്ടയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ അതിനകത്ത് കേടായി പോയ അല്ലെങ്കിൽ പൊട്ടിപ്പോയ മുട്ടയുണ്ടാകാം, അല്ലാത്ത നല്ല മുട്ടയുണ്ടാകാം. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ വെള്ളം എടുത്തിട്ട് വെള്ളത്തിലേക്ക് നമ്മൾ മുട്ട ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല മുട്ടയാണെങ്കിൽ അതിങ്ങനെ താന്ന് തന്നെ കിടക്കും കേട്ടോ. ഇനി അതിലെന്തെങ്കിലും കേടായ മുട്ടയുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ നമ്മൾ മുട്ട വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മൂന്നാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചിരാത എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നാരങ്ങയുടെ തൊലിയാണ്. അപ്പം ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു നാരങ്ങ ഇച്ചിരി ഉണങ്ങിയ തൊലി വേണം കേട്ടോ എടുക്കാനായിട്ട്. അതായത് വെള്ളമയം ഇല്ലാത്ത തൊലിയില്ലേ അത്, അതായത് ഇച്ചിരി ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട്. ഇനി 2 കർപ്പൂരം എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കർപ്പൂരം ഞാൻ ഈ തൊണ്ടിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാനിത് ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട ഇതുപോലൊന്ന് കൈകൊണ്ടൊന്ന് ഒടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3-4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ കർപ്പൂരം ഞാനൊന്ന് കത്തിക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ കത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കൊന്ന് കറുവപ്പട്ടയിലേക്കൊക്കെ ഒന്ന് തീയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഊതിക്കെടുത്താം. അപ്പോൾ വരുന്ന ഒരു പുകയുണ്ടല്ലോ, ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് പല്ലി, പാറ്റ, കൊതുക്, പൊടിയീച്ചകൾ ഇവയ്ക്കൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ സന്ധ്യയാകുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊന്ന് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, എന്നിട്ട് എല്ലാ റൂമുകളിലും ഈ ആ ഒരു പുക എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കൊതുകും പൊടിയീച്ചകളും അതുപോലെ തന്നെ പല്ലി, പാറ്റ ഇതിൻ്റെ ഒന്നും ആ ഒരു ശല്യം ഉണ്ടാവത്തേ ഇല്ല കേട്ടോ. അപ്പം നിങ്ങളിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്തത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കേട്ടോ. വിയർപ്പ് നാറ്റവും ശരീര ദുർഗന്ധവും പലപ്പോഴും ആളുകളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ.
എന്നാൽ വിയർപ്പ് നാറ്റം അകറ്റി ദിവസം മുഴുവനും ഫ്രഷ് ആയിട്ടിരിക്കാനും സുഗന്ധം നിലനിർത്താനും സഹായിക്കുന്ന 2 ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാം. ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എന്താണെന്നറിയോ? ബേക്കിംഗ് സോഡയാണ്. ഈ ബേക്കിംഗ് സോഡയിലേക്ക് ഞാൻ ഇതിപ്പോൾ 1 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബേക്കിംഗ് സോഡയും വെള്ളവും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വിയർപ്പ് സാധാരണ ഉണ്ടാവാറുള്ള ഭാഗങ്ങളിലൊക്കെ അധികമായിട്ട് വിയർപ്പ് വമിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇത് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് ആക്സിലയിലൊക്കെ നമുക്ക് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ നമ്മളിത് കഴുകി കളയുക. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ആ ഒരു ശരീര ദുർഗന്ധമൊക്കെ പൂർണ്ണമായിട്ടും തന്നെ മാറുന്നതായിരിക്കും. ശരീര ദുർഗന്ധം അകറ്റാനുള്ള 2ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് 1 സ്പൂൺ മതി കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു മിക്സ് നമുക്ക് വിയർപ്പ് സ്മെല്ല് കൂടുതലുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ആക്സില പോലുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ ഇത് ആഴ്ചയിൽ 2 തവണ ചെയ്യണം കേട്ടോ. അപ്പം ശരീരത്തിലെ ആ ഒരു ദുർഗന്ധം എല്ലാം മാറി നല്ല സുഗന്ധം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ 2 ടിപ്പുകളും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ശരീര ദുർഗന്ധം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് പോലും നമുക്ക് ചെന്നിരിക്കാൻ വേണ്ടിയിട്ട് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു കേട്ടോ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാള വട്ടത്തിൽ അരിഞ്ഞതിൻ്റെ ഒരു 3 പീസ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് സവാള ഇതുപോലെ കാലിൻ്റെ അടിയിൽ വെച്ച് നോക്കിയിട്ടുണ്ടോ? വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നമുക്ക് അറിയാം നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങൾക്ക് ഉള്ളംകാലുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന്. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കാലിൻ്റെ അടിയിൽ സവാള വെക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളെല്ലാം കാലിലേക്കാണല്ലോ എത്തുന്നത്. അപ്പോൾ എപ്പോഴും ചെരുപ്പും ഷൂ ഒക്കെ ധരിക്കുന്നതിനാൽ അവ മയത്തിലായിട്ട് ഇരിക്കുന്നത്. അതാണ് ചെരുപ്പില്ലാതൊക്കെ കുറച്ചധികം നടക്കണം എന്നൊക്കെ നമ്മുടെ പഴമക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ മികച്ച അണുനാശിനിയാണെന്നറിയാലോ. ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫോറിക് ആസിഡ് ശരീരത്തിലെ രക്തക്കുഴലിൽ കൂടെ കടന്ന് രക്തത്തെ ശുദ്ധീകരിക്കുന്നു. ഒപ്പം ദോഷകരമായ അണുക്കളെയും ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കുന്നു. സവാള എങ്ങനെയാണ് കാലിൻ്റെ അടിയിൽ വെക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ട് കാലിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഒരു സോക്സും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രാത്രിയിൽ നമ്മൾ കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. നിങ്ങൾ മയങ്ങുമ്പം സവാളയുടെ പ്രകൃതിദത്തമായ രോഗപ്രതിരോധ ശേഷി ചർമ്മത്തിൽ പ്രവർത്തിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിലെ രോഗകാരണമായ സകല വിഷാംശവും സവാള വലിച്ചെടുക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണേ. ഇനി ലാസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് 2 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒപ്പം തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബോൾ രൂപത്തിലാണ് നമ്മളിത് കുഴച്ച് എടുക്കുന്നത്. അപ്പം വെള്ളം ഒഴിച്ചിട്ട് വേണ്ട കുഴയ്ക്കാനായിട്ട്, വിനാഗിരി ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഞാനൊരു ബോൾ പോലെ ഇതൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടതുണ്ടല്ലോ നമ്മുടെ ബാറ്ററിയാണ്. അപ്പോൾ ക്ലോക്കിൻ്റെയും ടൈം പീസിലെയൊക്കെ ബാറ്ററി ഇതുപോലെ പോയതുണ്ടെങ്കിൽ, ചാർജ് തീർന്നു പോയതുണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. ഇനി ബാറ്ററി നമുക്കൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ ഒരു ബ്ലാക്ക് കളറുള്ള പൗഡർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് പേപ്പറിൽ വെച്ചിട്ട് പൊട്ടിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലൗസ് ഒക്കെ കയ്യിലിട്ടോണം. കെമിക്കലാണ് ഇതിനകത്തുള്ള കാഡ്മിയം, ക്രോമിയം, അതുപോലെ തന്നെ ലെഡ്, ഇവയൊക്കെയാണ് ആ ഒരു കെമിക്കൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾ എടുക്കുക കേട്ടോ. എന്നിട്ട് അത് 2ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു പൗഡർ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ഞാൻ അകത്ത് വെച്ചിട്ട് വീണ്ടും ബോൾ രൂപത്തിലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബിസ്ക്കറ്റ് പൊടിച്ച് ഞാനൊരു കോട്ടിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാമ്പുകളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോൾ കൊണ്ടുപോയിട്ട് എലികളുടെ അല്ലെങ്കിൽ പാമ്പുകളുടെയൊക്കെ മാളങ്ങളുടെ സൈഡിൽ ഇതുപോലെ ഒന്ന് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇവ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നശിച്ചു പോകുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കെമിക്കലിന് അത്ര സ്ട്രോങ് ആണ് കേട്ടോ. കാഡ്മിയം, ക്രോമിയം, അതുപോലെ ലെഡ് ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു പൗഡർ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും അവ കുലത്തോട് കൂടി തന്നെ നശിച്ചു പോകുന്നതായിരിക്കും. അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ശല്യക്കാരായിട്ടുള്ള പല്ലികളെ, അതുപോലെ തന്നെ പാമ്പുകളെ, എലികളെ ഒക്കെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്.